നിലവിൽ നിങ്ങൾക്കൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഇല്ലെങ്കിൽ പോലും സിം കാർഡ് യൂസ് ചെയ്തുകൊണ്ട് സാമാന്യ സ്പീഡുള്ള ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ കാണുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു ബാക്കപ്പ് കണക്ഷൻ എന്നുള്ള രീതിയിൽ മൊബൈൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഡിവൈസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇത് എന്ന് പറയുന്നത് TP-Linkന്റെ MR സീരീസിൽ പെട്ട ഒരു 4G റൗട്ടറാണ്. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഉള്ള നമ്മുടെ റൗട്ടറിൻ്റെ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് 4G ആണെന്നുള്ളൂ. സാധാരണ റൗട്ടർ നമുക്കറിയാമല്ലോ, നമ്മുടെ ISP ഏതാണോ ISPയുടെ വയർഡ് കണക്ഷൻ അത് നമ്മുടെ വീട്ടിലെ മോഡത്തിലേക്ക് അല്ലെങ്കിൽ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മളത് വൈഫൈ ആയിട്ടും വയർഡായിട്ടും ഒക്കെ നമ്മൾ കണക്ഷൻ എടുക്കുന്നു. അതിന് പകരം ഇതിലെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ പ്രത്യേകിച്ച് വയറോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഒരു സിം, അതായത് 4G സിം ഏതാണോ നമുക്കുള്ളത് അത് നമ്മൾ ഈ ഡിവൈസിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് കോൺഫിഗറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡയറക്റ്റ്ലി ഇൻ്റർനെറ്റ് ഈ ഡിവൈസ് വഴി കിട്ടും. അതായത് നമുക്ക് വൈഫൈ ആയിട്ടും കിട്ടും, വയർഡ് ആയിട്ടും കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഡിവൈസിൽ. പ്രത്യേകിച്ച് വേറെ കൂടുതൽ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ആദ്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം റേഞ്ച് ഉള്ള ഒരു 4G സിം ഏതാണോ കണക്ഷൻ ഏതാണോ ആ ഒരു സിം നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യൂസ് കഴിഞ്ഞാൽ ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എന്ന പോലെ, ബ്രോഡ്ബാൻഡ് കണക്ഷന് പകരമാകില്ല എങ്കിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ പോലെ നമുക്ക് ജസ്റ്റ് ഈ ഡിവൈസ് വഴി വൈഫൈയും വയർഡ് കണക്ഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈഫൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഡിവൈസുകൾക്ക്, അതായത് വീട്ടിലെ ഫോൺ ആയിക്കോട്ടെ, മറ്റ് TV ആയിക്കോട്ടെ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 4G റൗട്ടർ അറിയാമല്ലോ, സിമ്മാണ്. പക്ഷേ മൊബൈലുമായിട്ട് ഇതിലേക്ക് വരുന്ന ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇതിനെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ആൻറ്റീനാസ് കുറച്ചുകൂടെ പവർഫുള്ളാണ്. നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന സമയത്ത് മൊബൈലിൽ നമ്മുടെ സിഗ്നൽ റിസീവ് ചെയ്യാനുള്ള ആൻറ്റീന ഫോണിൻ്റെ അകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നൽ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കേപ്പബിളായിട്ട് സിഗ്നൽ ക്യാപ്ചറിങ് ഉണ്ട്. അതായത് റേഞ്ച് നമുക്ക് കൂടുതൽ ഇതിൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീഡിനെയും അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. നമുക്ക് കൂടുതൽ സ്പീഡ് മൊബൈലിനെ അപേക്ഷിച്ച് ഈ ഒരു ഡിവൈസിൽ കൂടെ കിട്ടും. പിന്നെ അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ബാക്കപ്പ് കണക്ഷൻ എന്നുള്ള, ഇപ്പോൾ നിലവിലൊരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ബാക്കപ്പ് കണക്ഷൻ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. അപ്പം ഇത് ജസ്റ്റ് സിം ഇട്ട് നമുക്കൊരു ബാക്കപ്പ് പോലെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് TR605 യൂസ് ചെയ്ത് നമ്മൾ ബാക്കപ്പ് കണക്ഷൻ മാനേജ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ബാക്കപ്പ് കണക്ഷൻ എന്ന രീതിയിൽ, അപ്പോൾ ആ ഡിവൈസ് തന്നെ വേണമെന്നില്ല, നമുക്കൊരു സെക്കൻഡറി കണക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മെയിൻ കണക്ഷൻ പോകുന്ന സമയത്ത് യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു 4G റൗട്ടർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് മറ്റേത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻട്രപ്ഷൻ ഇല്ലാതെ ഓട്ടോമാറ്റിക്കലി സ്വിച്ചിങ്ങും കാര്യങ്ങളും നടക്കും. അപ്പോൾ ഈ 605ൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആ രീതിയിലും വേണമെങ്കിൽ ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഡിവൈസിൻ്റെ വർക്കിങ്ങിലേക്ക് വരാം. ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 4G റൗട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേതിലുള്ള പോലത്തെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള സിം ഏതാണോ അതൊരു 4G സിം, അത് ഈ ഡിവൈസിൻ്റെ ഈ സ്ലോട്ട്, ഇത് സിം ഇടാനുള്ള സ്ലോട്ടാണ്. അപ്പോൾ ഈ സ്ലോട്ടിലേക്ക് ഇതൊരു നാനോ സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് നാനോ സിം നോർമലി ഫോണിലൊക്കെ ഇടുന്ന അതേ സിം തന്നെ നമ്മളിതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ സിം ഇട്ടതിന് ശേഷം ഇത് ജസ്റ്റ് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ബേസിക് സ്റ്റെപ്സായി. പിന്നെ ആകപ്പാടെ ഉള്ളതെന്ന് പറയാനായിട്ട് നമ്മളിതിനെ കൺട്രോൾ പാനലിൽ കയറണം. കൺട്രോൾ പാനലിൽ കയറാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പുറവശത്തുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് ആകെ കൂടെ ഉള്ളൊരു കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരുന്ന സിം ഏതാണോ ആ സിം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം ഓരോ കൺട്രിക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്നതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള നെറ്റ്വർക്കുകളെല്ലാം അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം BSNL ആണോ ജിയോ ആണോ എയർടെൽ ആണോ എല്ലാം അത് കാണും. അപ്പോൾ നമ്മളിടുന്ന സിം ഏതാണോ ആ സിം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഇതിൽ കണക്ഷൻ റെഡിയാവും. അത്രേ ഉള്ളൂ ഇതിനകത്ത് കോൺഫിഗറേഷൻ. അല്ലാതെ നമുക്ക് യൂസർ നെയിം പാസ്വേഡോ ഒന്നും നമ്മൾ ബ്രോഡ്ബാൻഡിലെ പോലെ ഒന്നുമില്ല. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻ്റർനെറ്റ് വർക്കിംഗ് ആവും. പിന്നെ ആകെ കൂടെ ഉള്ളത് നോർമലി നമ്മളുള്ള വൈഫൈ റൗട്ടറുകളിൽ നമ്മൾ ചെയ്യുന്ന പോലെ വൈഫൈ സെറ്റ് ചെയ്യണം. നമുക്ക് മറ്റൊരു ഡിവൈസുകളിൽ കണക്ട് ചെയ്യണമെങ്കിൽ വൈഫൈ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വൈഫൈ നെയിമും പാസ്വേഡും ഒക്കെ കൊടുത്ത് അത് സെറ്റ് ചെയ്യാം. അത് നോർമലി നമ്മൾ ഏത് ഡിവൈസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വർക്കിംഗ് കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതൊരു 4G റൗട്ടർ ആയതുകൊണ്ട് തന്നെ ഇത് വെക്കുന്ന പൊസിഷനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നോർമലി ഉള്ള ISPയുടെ റൗട്ടർ നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിഗ്നൽ 4Gയുടെ കവറേജ് അനുസരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം കവറേജ് എവിടെ കിട്ടുന്നു അങ്ങനെയുള്ള സ്ഥലത്ത് വേണ്ടത് പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ അത് ബാധിക്കും. അപ്പം അതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഇത് എയർടെല്ലും ജിയോയിൽ ട്രൈ ചെയ്തായിരുന്നു. പിന്നെ ഫുൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ജിയോ തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇൻഡോറിൽ ജിയോയ്ക്ക് കുറച്ച് കവറേജിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് എങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ഈ ഡിവൈസ് വെച്ച ഒരു 10 Mbps സ്പീഡ് എങ്ങാണ്ടാണ് ഇൻഡോറിൽ കിട്ടിയത്. മൊബൈലിൽ സെയിം ടൈമിൽ കണക്ഷൻ കിട്ടുമ്പോൾ 5 Mbps 6 Mbps ഒക്കെ കിട്ടും. കാരണം ഇതിൽ വരുമ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആൻറ്റിനയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് സിഗ്നൽ കൂടുതൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് ഫിക്സ് ചെയ്തു.
പുറത്ത് ഫിക്സ് ചെയ്തപ്പോഴത്തേന് എനിക്ക് ഏകദേശം സ്പീഡ് ഒരു 30-40 ഇടയിൽ നിൽക്കും. പിന്നെ അത് ഇടയ്ക്ക് വേരിയേഷൻ അനുസരിച്ച് മാറും, എങ്കിൽ പോലും ഒരു 25 അത് താഴോട്ട് പോകാറില്ല. അപ്പോൾ ആ ഒരു രീതി അത് എൻ്റെ കവറേജിൻ്റെ കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കവറേജ് ഉള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും. അപ്പം ഞാൻ എങ്ങനെ ഫിക്സ് ചെയ്തെന്ന് വെച്ചാൽ ഞാനിത് നേരെ വീടിൻ്റെ ഔട്ട്ഡോർ ഫിക്സ് ചെയ്തു. ഔട്ട്ഡോർ ഫിക്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ലാൻഡ് കേബിള് ഇവിടുന്ന് ഒരു കേബിള് വീടിൻ്റെ അകത്തേക്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ നേരെ എൻ്റെ ഈ മറ്റേ നേരത്തെ പറഞ്ഞ ഈ 605 കണക്ട് ചെയ്താണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾ സപ്പോസ് ആ രീതി പുറത്താണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇൻഡോർ കവറേജ് കുഴപ്പമുണ്ടെങ്കിൽ പുറത്ത് വെക്കുകയാണെങ്കിൽ ഈ രീതിയിൽ അവിടെ ഒരു പവർ സപ്ലൈ കൊടുത്ത് ഏതാണ് ഒരു പൊസിഷൻ കണ്ടുപിടിച്ച് അവിടെ അങ്ങ് വെച്ചാൽ മതി. അവിടെ വെച്ച് മാക്സിമം റേഞ്ച് നമുക്ക് അവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതൽ നമുക്ക് സ്പീഡ് കിട്ടും. പിന്നെ അങ്ങനെ ഒരു പുറത്ത് വെക്കുന്ന ഒരു സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻഡോർ യൂണിറ്റാണ്. നമുക്ക് മറ്റേ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ച ഒരു ആക്സസ് പോയിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഔട്ട്ഡോർ വെക്കാനുള്ള ഡിവൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്പോസ് പുറത്താണ് വെക്കുന്നതെങ്കിൽ മഴയും വെയിലും കാര്യങ്ങളും പ്രശ്നം ഇല്ലാത്ത ഏരിയ വേണം വെക്കാൻ. ഡയറക്റ്റ്ലി മഴ നനയാത്ത ഒരു ഏരിയ, വീടിൻ്റെ ആണെങ്കിലും ഭിത്തി മഴ നനയത്തില്ല എന്ന് ഉറപ്പാക്കുക. അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് വേണം വെക്കാം. അപ്പോൾ സിഗ്നൽ കൂടുതൽ കിട്ടുകയും ചെയ്യും, നമുക്ക് സ്പീഡും കിട്ടും. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്, നമ്മൾ സപ്പോസ് പുറത്താണ് വെക്കുന്നതെങ്കിൽ ഇതേന്ന് നമ്മുടെ വൈഫൈ സിഗ്നൽ നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമല്ലോ, ആ ഒരു സിഗ്നലിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ സിഗ്നലിൽ ലോസ് ഉണ്ടാവും. ആ രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് അറൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ചെയ്ത പോലെ തന്നെ ഒരു ഈതർനെറ്റ് കേബിൾ വഴി നമ്മുടെ ഇത് ഈ കാണുന്നതെല്ലാം ലാൻഡ് പോർട്ടുകളാണ്. അപ്പോൾ നമുക്കിത് സിം ഇട്ട് കണക്ഷനെല്ലാം റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാൻഡ് പോർട്ട് വഴി ഈതർനെറ്റ് കേബിൾ വഴി ഇൻ്റർനെറ്റ് എടുക്കാം. അപ്പോൾ ആ രീതിയിലൊരു കേബിൾ കണക്ട് ചെയ്താൽ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ സപ്പോസ് നിങ്ങളിലൊരു പഴയ മോഡോ അല്ലെങ്കിൽ പഴയ റൗട്ടറോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ കേബിൾ കണക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് അവിടുന്ന് നമ്മൾ വൈഫൈ യൂസ് ചെയ്യുക. അങ്ങനെ വരുന്ന കേസിൽ എന്നാ ഗുണമെന്ന് വെച്ചാൽ ഇത് പുറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ മാക്സിമം സിഗ്നൽ ക്യാപ്ചർ ചെയ്ത് മാക്സിമം ഇൻ്റർനെറ്റിന് സ്പീഡ് കിട്ടും. കേബിൾ വഴി തന്നെ നമ്മളത് അകത്തോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടും. പിന്നെ ആ അകത്തിരിക്കുന്ന ഡിവൈസിൽ നിന്ന് നമ്മൾ വൈഫൈ എടുക്കുമ്പോൾ നമുക്ക് ആ മാക്സിമം സ്പീഡ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. പിന്നെ അത് പറഞ്ഞത് നിങ്ങൾ കവറേജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, വീടിൻ്റെ പുറത്താണ് ഈ ഡിവൈസ് വെക്കുന്നതെങ്കിൽ മാത്രമാണ്. സപ്പോസ് കവറേജ് സ്റ്റേബിളായിട്ടൊക്കെ അകത്ത് കിട്ടുന്ന ഏരിയ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വീടിൻ്റെ അകത്ത് വെച്ച് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ തന്നെ കേബിളിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ്ലി ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യാം. അപ്പം ആ രീതിയിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 4G വൈഫൈ അല്ലെങ്കിൽ ബാക്കപ്പ് കണക്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഡിവൈസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ 4G റൗട്ടർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സിമ്മിലെ 4G ഡേറ്റയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ 2 GB 2.5 GB അങ്ങനെയൊക്കെയുള്ള ലിമിറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ബ്രോഡ്ബാൻഡ് റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രോഡ്ബാൻഡിൽ അറിയാൻ നമുക്ക് കൂടുതൽ ഡേറ്റ കിട്ടും, ഇതിലാകുമ്പോഴത്തേക്കും നമ്മൾ ലിമിറ്റുണ്ട്. അപ്പം റീപ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ബ്രോഡ്ബാൻഡ് ഇല്ലാത്ത കേസിൽ ഒരു വൈഫൈ സെറ്റപ്പും കാര്യങ്ങളെന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സിമ്മിലുള്ള അൺലിമിറ്റഡ് 5G ഡേറ്റ നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് 4G ആയതുകൊണ്ട് തന്നെ 5G ഡേറ്റ ഇതിൽ വർക്കാകില്ല. 4G ഡേറ്റ ആ ലിമിറ്റുള്ള ഡേറ്റ എത്രയാണോ അതേ ഇതിലെടുക്കുള്ളൂ, 5G ഇതിൽ വർക്കാവില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്തോളുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ MR സീരീസിൽ വരുന്നതാണ്. MR സീരീസിൽ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MR6500 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വോയിസും കൂടെ ഓപ്ഷൻ ഉള്ളതാണ്. അതായത് വോയിസ് കോളിനും കൂടെ, അത് ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം. ഇവിടെ ഒരു ടെലിഫോൺ പോർട്ടുണ്ട്, ഈ പോർട്ട് കാണാം. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തിട്ടേക്കുന്ന സിമ്മ് കോൾ ചെയ്യാനും കൂടെ ഈ ഡിവൈസ് വെച്ച് യൂസ് ചെയ്യാം. ഇതിലൊരു മറ്റേ RJ11 കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ലാൻഡ് ഫോണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിടക്കുന്ന സിം യൂസ് ചെയ്ത് കോൾ ചെയ്യാനും പറ്റും. അപ്പം അതും കൂടെ ഉള്ള ഓപ്ഷൻ ഇതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ തന്നെ കോൾ ഇല്ലാത്ത ഓപ്ഷൻ കൊണ്ട്, അപ്പോൾ അതിനേക്ക് വന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ വില കുറവാണ്. സെയിം മോഡൽ തന്നെ കോൾ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിന് ഏകദേശം 3000 രൂപയും കണ്ടാണ് മാർക്കറ്റ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ പിന്നെ റേറ്റ് കൂടും. പിന്നെ അതുപോലെ തന്നെ ഇത് സിംഗിൾ ബാൻഡാണ്. പിന്നെ ഇതിൻ്റെ ഡുവൽ ബാൻഡ് അവൈലബിൾ ആണ്. ഡുവൽ ബാൻഡിലേക്ക് വരുമ്പോഴും സമയത്തും റേറ്റ് കൂടുതലാണ്, 5000 രൂപയോളാവും. പിന്നെ ഒരു നോർമൽ 4G റൗട്ടറിന് ഒരു ഡുവൽ ബാൻഡിൻ്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ. വേണമെങ്കിൽ ട്രൈ ചെയ്താൽ മതി. ഒരു നോർമൽ കേസിൽ നമുക്ക് ഒരു സിംഗിൾ ബാൻഡ് ഒരു 4G എന്നുള്ള രീതിയിൽ നോക്കും. കാരണം വലിയ സ്പീഡും നമ്മൾ കിട്ടുന്നില്ല, പ്രതീക്ഷിക്കാൻ വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ബാൻഡിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3000 രൂപ ആ റേഞ്ചിൽ കിട്ടും. വേണമെങ്കിൽ മാത്രം ഡുവൽ ബാൻഡിലേക്ക് പോയച്ചാൽ മതി. അപ്പോൾ എന്തായാലും ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ കമൻ്റ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.